വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഹാൻ എൻ്റർടൈൻമെൻറ്റ്സ് മൈസെൽഫ് ശരണ്യ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വീണ്ടും ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈയിടെ ക്യാപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ ജോലി കിട്ടാതെ കുട്ടികൾ നാട്ടിൽ തിരിച്ചു പോയി. അപ്പം അങ്ങനെയുള്ളവർ നമുക്ക് മെസ്സേജ് അയച്ചായിരുന്നു. കുറച്ച് പിള്ളേർ ഇങ്ങനെ ചേച്ചി നാട്ടിൽ പോകേണ്ടി വന്നു, അതുകൊണ്ട് ഭയങ്കര മനപ്രയാസമാണ്, ഇത്രയും രൂപ മുടക്കി വന്നിട്ട് തിരിച്ച് വരേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവർക്ക് മാക്സിമം സപ്പോർട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കൊടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ഒന്നിൽ നാട്ടിൽ നിന്ന് ജോലി അപ്ലൈ ചെയ്യാം, നമ്മൾ ഇവിടെ റെൻറ്റ് കൊടുത്ത് വീണ്ടും വിസ പുതുക്കി നിൽക്കുന്നതിനേക്കാൾ നാട്ടിൽ നിന്നുകൊണ്ട് അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതല്ല നമ്മളുടെ ഇന്നത്തെ വിഷയം, അതല്ല. ഞാൻ തിരിച്ചു വരാം. ഞാൻ ന്യൂസിലാൻഡിൽ വന്നത് സ്റ്റുഡൻറ്റ് വിസയിലാണ്. ലെവൽ 8 പഠിക്കാനാണ് ഞാൻ വന്നത്. 2018 ഫെബ്രുവരി ഇൻടേക്കായിരുന്നു ഞാൻ ലെവൽ 8 പഠിക്കാൻ വന്നത്. ഞാൻ ലെവൽ 8 ചെയ്ത സമയത്ത് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ലെവൽ 8 ചെയ്യുമ്പോൾ സ്റ്റുഡൻറ്റ് വിസ പ്ലസ് പാർട്ട്ണറിന് ഫുൾ ഓപ്പൺ വർക്ക് വിസ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ചെയ്ത് ഒരു ഇൻടേക്ക് കൂടെ കഴിഞ്ഞപ്പോഴേക്ക് പിന്നെ ലെവൽ 8ൻ്റെ സ്പൗസ് വിസ എടുത്ത് മാറ്റിയത്. അപ്പം അങ്ങനെ ലെവൽ 8 ഞാനും ഹസ്ബൻഡും ഒരുമിച്ചാണ് വന്നത്. അപ്പം ഞങ്ങൾ ന്യൂസിലാൻഡ് ഇമിഗ്രേഷൻ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ ഒരിക്കലെങ്കിലും ട്രൈ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. ന്യൂസിലാൻഡിൽ നമ്മൾ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം വർക്ക് വിസ കിട്ടില്ല, അല്ലെങ്കിൽ പാർട്ട്ണറിന് വർക്ക് വിസ അല്ലെങ്കിൽ റെസിഡൻസി കിട്ടില്ല. നമ്മൾ 1 ഇയർ റിലേഷൻഷിപ്പ്, 1 ഇയർ ലിവിങ് ടുഗദർ ക്രൈറ്റീരിയ, നമ്മൾ ഒരുമിച്ച് 1 വർഷം താമസിച്ചിട്ടുണ്ടെങ്കിൽ, കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷം ആയെങ്കിൽ പോലും ഒരുമിച്ച് 1 വർഷമെങ്കിലും മിനിമം താമസിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പാർട്ട്ണറിന് റെസിഡൻസി അല്ലെങ്കിൽ വർക്ക് വിസ കിട്ടും, അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയെ വിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ 1 വർഷം ആയില്ലായിരുന്നു. അതുകൊണ്ട് ഹസ്ബൻഡിന് വിസിറ്റിംഗ് വിസയായിരുന്നു ഞങ്ങൾ ആദ്യം ന്യൂസിലൻഡിലേക്ക് വന്നപ്പോൾ കിട്ടിയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒരു വളരെ സ്ട്രഗ്ലിംഗ് ടൈമായിരുന്നു. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ഉടനെയാണ് ന്യൂസിലൻഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. ആ സമയം എന്നെ സംബന്ധിച്ചിടത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേരളം വിട്ട് ഒരു സ്ഥലത്ത്, ഞാൻ പഠിച്ചതും എല്ലാം ജോലി ചെയ്തതും എല്ലാം കേരളത്തിൽ തന്നെ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും ഡേ സ്കോളർ ആയിരുന്നു. ഹോസ്റ്റൽ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്തപ്പോൾ മാത്രമാണ് ഞാൻ ഹോസ്റ്റലിൽ നിന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങളെ സംബന്ധിച്ചൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് ആയിരുന്നു. സ്റ്റുഡൻറ്റ് വിസയിലാണ് ഞങ്ങൾ വന്നത്. 2 പേരും ഒരുമിച്ചാണ് വന്നത്. പക്ഷേ ഹസ്ബൻഡ് വിസിറ്റിംഗ് വിസയായിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ജോബ് ക്രൈറ്റീരിയ അന്നേരം എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത് 20 hours പെർ വീക്കാണ് നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്നത്. ബാക്കി നമ്മൾ ഫുൾ ടൈം സ്റ്റഡിയാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഞാൻ അങ്ങനെ വന്ന സമയത്ത് ആദ്യം നമുക്ക് ന്യൂസിലാൻഡിലുള്ളവർക്കറിയാം, നമ്മൾ വന്ന ഉടനെ നമുക്ക് പിറ്റേ ദിവസം ഒരിടത്ത് ജോലിക്ക് കയറാൻ പറ്റില്ല. നമുക്ക് ജോലി ചെയ്യാമെങ്കിൽ പോലും നമുക്ക് IRD കിട്ടണം, ബാങ്ക് അക്കൗണ്ട് നമ്പർ കിട്ടണം, നമ്മുടെ ഇൻലൻഡ് റവന്യൂ, IRD എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇൻലൻഡ് റവന്യൂ, നമ്മുടെ ഇൻകം ടാക്സിൻ്റെ നമ്പരൊക്കെ കിട്ടണം. അത് കഴിഞ്ഞ് ജോലി അപ്ലൈ ചെയ്യണം, നമ്മുടെ ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക്. ശരിക്കും നമ്മൾ ന്യൂസിലൻഡിൽ വന്ന IRD ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 മാസമെങ്കിലും എടുക്കും നമുക്ക് മിനിമം ഏറ്റവും സ്പീഡിൽ ജോലി കിട്ടിയാൽ തന്നെ നമുക്ക് ജോലിക്ക് കയറാനായിട്ട്. അപ്പം അതായത് ഞാൻ വന്ന സമയത്ത് ഞാൻ സ്റ്റുഡൻറ്റ് വിസ ആയിരുന്നു. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് നഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നത് കെയർ ഗീവിംഗ് ആണ്. അപ്പോൾ ഞാൻ വന്ന സമയത്ത് എൻ്റെ മുമ്പ് ഇൻടേക്കിൽ വന്ന ആളുകൾക്ക് പോലും കെയർ ഗീവിങ് ജോലി കിട്ടാതെ ഒരുപാട് പേര് മറ്റ് ജോലികൾ ചെയ്യുന്നവരായിരുന്നു. അവർക്കൊക്കെ കെയർ ഗീവിങ് ജോലി കിട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ മുമ്പ് ഇൻടേക്ക് വന്നിട്ടുള്ള ഈ ലെവൽ 8 പഠിക്കാൻ, ഹെൽത്ത് സയൻസ് പഠിക്കാൻ വന്ന ചേച്ചിമാർക്ക് അല്ലെങ്കിൽ സ്റ്റുഡൻസിന്. അപ്പം എനിക്ക് ആദ്യം കിട്ടിയ ജോലി എന്ന് പറയുന്നത്, ഞാനിത് പറയാൻ കാരണം ഞാൻ ആലോചിച്ചു നമ്മളിത് പറയണോ ഷെയർ ചെയ്യണോ എന്ന് ഞാൻ ആലോചിച്ചു. പക്ഷേ ഞാനിത് ഷെയർ ചെയ്യാൻ കാരണം, ഇവിടെ വന്ന് ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു, അല്ലെ ഇത്രയും രൂപ കൊടുത്ത് ഞങ്ങളിവിടെ വന്നിട്ട് ഇത്രയും കഷ്ടപ്പെടേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അവർക്കൊരു, നമുക്ക് അങ്ങനെ കഷ്ടപ്പെടേണ്ടി വരുമ്പം നമുക്കൊരു മനപ്രയാസം ഉണ്ടാവും. അങ്ങനെ ഉള്ളവർക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിക്കാണ് ഞാൻ ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കതിലൊരു മാനക്കേടും തോന്നുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ശരിക്കും കേട്ടോ. അപ്പം എനിക്ക് ആദ്യം ന്യൂസിലാൻഡിൽ കിട്ടിയ ജോലി എന്ന് പറഞ്ഞാൽ, ഇവിടെ ഹോക്സ് ബേയിൽ ഒരു ബ്ലൂബെറി ഫാമുണ്ട്. ആ ബ്ലൂബെറി ഫാമിലെ ബ്ലൂബെറി പിക്കിംഗ് ആണ് എനിക്ക് ആദ്യം കിട്ടിയ ന്യൂസിലാൻഡിലെ ജോലി. അപ്പം അവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ചെറിയൊരു ഐസ്ക്രീം, ഒരു 2 ലിറ്റർ ഐസ്ക്രീം ഒരു പാട്ട കിട്ടും. അവർ നമുക്ക് ഓറിയൻറ്റേഷനൊക്കെ തരും. അത് നമ്മൾ പറയുന്ന പോലെ വെറുതെ ചുമ്മാ നമ്മുടെ നാട്ടിൽ ഫ്രൂട്ട്സ് പിക്കിംഗ് പോലെയല്ല. ഇവിടെ ബ്ലൂബെറി എന്നൊക്കെ പറയുന്നത് ഭയങ്കര പ്രഷ്യസ്, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ അത്രയും ഡെലിക്കേറ്റ് ആയിട്ട് നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട് വേണം പിക്ക് ചെയ്യാനായിട്ട്. അപ്പം ശരിക്കും അതും ഒരു സ്കിൽഫുൾ ജോലി തന്നെയാണ്. അപ്പം അപ്പോൾ അവർ നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ഒരു പാട്ട തരും. അതിനകത്ത് നമ്മൾ ഐസ്ക്രീമിൻ്റെ ഒരു ചെറിയ 2 ലിറ്റർ ഒരു
ഒരു ബോക്സില്ലേ അത് തരും. എന്നിട്ട് അത് നമ്മൾ കഴുത്തിൽ ഒരു കയറ് കെട്ടിയിട്ടുണ്ടാവും, അത് നമ്മൾ കഴുത്തെ കെട്ടി തൂക്കിയിടും. എന്നിട്ട് നമ്മൾ ഈ ബ്ലൂബെറി പിക്ക് ചെയ്യുക, ഇതിലേക്ക് ഇടുക. അതാണ് അതിൻ്റെ ഈസി ആയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ അത് നിറയുമ്പോൾ അത് 2 ലിറ്ററാണ്, അത് നമ്മൾ വേറൊരു ബോക്സിലിടുക. അങ്ങനെ 5 തവണയാണെന്ന് തോന്നുന്നു ഒരു വലിയ ട്രേക്കകത്ത് നിറച്ച്, ആ ഒരു ട്രേ നിറച്ച് കഴിയുമ്പോൾ നമ്മൾ അതുകൊണ്ട് നമ്മളുടെ സൂപ്പർവൈസറിൻ്റെ കൈ കൊടുക്കും. അങ്ങനെയാണ്. അപ്പം നമ്മൾ ഓരോ തവണയും ഈ പിക്ക് ചെയ്യുന്നത് നമ്മൾ ടാഗ് അവർ തരും. അതായത് നമ്മളൊരു ദിവസം എത്ര കിലോ പിക്ക് ചെയ്യുന്നു അതനുസരിച്ചാണ് നമുക്കുള്ള പൈസ, നമുക്കുള്ള അന്നത്തെ കാശ് കിട്ടുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്ലൂബെറി പിക്കിങ്ങിന് പോയ സമയത്ത് തണുപ്പാണ്. അപ്പം ഞങ്ങൾക്ക് കാറൊന്നുമില്ല. ഞങ്ങളുടെ കൂടെ നമ്മൾ വന്ന സമയത്ത് കാറൊക്കെ നമ്മൾ ഉടനെ അഫോർഡ് ചെയ്യുന്നത് നമ്മളത് വേണ്ടാന്ന് വെച്ചു. അപ്പം എൻ്റെ കൂടെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ താമസിക്കുന്ന, ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്ന നമ്മളുടെ അടുത്ത ഫ്ലാറ്റിലെ ചേട്ടൻ, നമ്മുടെ സെയിം ഫ്ലാറ്റിലെ അടുത്ത റൂമിൽ താമസിക്കുന്ന ചേട്ടനും ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേട്ടനും ഞാനും ഒരുമിച്ചാണ് ഈ ബ്ലൂബെറി പിക്ക് ചെയ്യാൻ പോകുന്നത്. അല്ല, ചേട്ടന് വേറെ ജോലിയുണ്ട്. അപ്പോൾ ചേട്ടൻ പോകുന്ന സമയത്ത് എന്നെ ബ്ലൂബെറി പിക്ക് ചെയ്യാൻ ഡ്രോപ്പ് ചെയ്തിട്ട് ചേട്ടൻ പോകും. അങ്ങനെയാണ്. അപ്പം ആ ബ്ലൂബെറി പിക്കിങ്, അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നാട്ടിൽ നിന്ന് $24,000 ന്യൂസിലാൻഡ് ഡോളർ ഫീസ് മാത്രം, സ്റ്റുഡൻറ്റ് വിസ ഈ നമ്മുടെ കോഴ്സിന് ഫീസ് മാത്രം കൊടുത്തു. പ്ലസ് നമ്മൾ ഈ പറഞ്ഞ പോലെ ടിക്കറ്റ്, അങ്ങനെ ഒരുപാട് ബാക്കി വിസ പ്രോസസ്സിങ്, ഇമിഗ്രേഷൻ അഡ്വൈസറുടെ പൈസ, അതെല്ലാം നമ്മൾ കൊടുത്ത് അത്രയും രൂപ മുടക്കിയാണ് നമ്മൾ വന്നത്. എന്നിട്ട് നമ്മളിവിടെ ചെയ്യുന്ന ജോലി എന്താ, നഴ്സിംഗ് മാത്രം ഞാൻ നാട്ടിൽ ചെയ്ത് ശീലമുള്ള ഞാൻ ഇവിടെ വന്ന് ബ്ലൂബെറി പിക്കിംഗ് ആണ് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നേരം എനിക്കിങ്ങനെ ഈ തണുപ്പത്ത് പോയി നിന്ന് നമ്മൾ ബ്ലൂബെറി പിക്ക് ചെയ്യാൻ കഴുത്ത് വേദന എടുക്കും. കുറേ നേരം നമ്മളിത് കഴുത്തിലിട്ട് 2 കിലോ ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കഴുത്തെ നമുക്ക് ഭയങ്കര, നമ്മുടെ കഴുത്ത് നമുക്ക് ഭയങ്കര സെൻസിറ്റീവാണ്. നമുക്ക് ഒത്തിരി നേരം ഇങ്ങനെ കുനിഞ്ഞ് ഫോണെ നോക്കി തന്നെ കഴുത്ത് വേദന എടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അപ്പം അതുപോലെ ഈ മരത്തെ ഇങ്ങനെ നിന്ന് പറിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ഇതാണ്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇത്ര രൂപ നമ്മളുടെ അക്കൗണ്ടിലുള്ളൂ, അതിൽ നിന്ന് റെൻറ്റ് പോകണം, വീട്ടിൽ ഇനിയും നമുക്ക് വീട്ടിലുകാരെ ബുദ്ധിമുട്ടിക്കാനുള്ള വിഷമം, നമ്മൾ ഇനി കാർ വാങ്ങിക്കാനുണ്ട് നമുക്ക്, പിന്നെ നമ്മളുടെ അല്ലറ ചില്ലറ ചിലവുകളുണ്ട്, നമുക്ക് നമ്മുടെ ഗ്രോസറി ഐറ്റംസൊക്കെ വാങ്ങിക്കണം. എന്നിട്ട് പോലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യം നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരി അങ്ങനത്തെ സാധനങ്ങൾ, പിന്നെ മാക്സിമം നമ്മൾ ഏറ്റവും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മാത്രമാണ് നമ്മൾ ശരിക്കും മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിക്കുക എന്ന് പറയില്ലേ, അങ്ങനെയാണ് നമ്മൾ ആദ്യം വന്ന സമയത്ത്. അത് എൻ്റെ അവസ്ഥയല്ല, നമ്മളിവിടെ സ്റ്റുഡൻറ്റ് വിസയിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് ക്യാപ്പിനൊക്കെ വരുന്ന കുട്ടികൾ തന്നെയാണ് അറിയാം. എല്ലാവരും വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഫിനാൻഷ്യലി, ഇപ്പം പുറത്തൊക്കെ ജോലി ചെയ്ത് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയി ഓൾറെഡി ഇരിക്കുന്ന ആളുകളായിരിക്കും കുറച്ചുകൂടെ ഇതായിട്ട് എക്സ്പെൻസൊക്കെ കുറച്ചുകൂടെ ചെയ്യുന്നത്. അല്ലാത്ത ആളുകൾ മാക്സിമം ഏറ്റവും കുറച്ച് തന്നെ ചെയ്യാൻ നോക്കത്തുള്ളൂ. അപ്പം ഞാൻ ഇത് പറയാൻ കാരണം, ഇപ്പം ഇങ്ങനെ വന്ന് നമ്മൾ വിഷമിക്കരുത്. കാരണം ഞാൻ അന്ന് ബ്ലൂബെറി പിക്ക് ചെയ്ത് ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ ന്യൂസിലാൻഡിലെ ആദ്യത്തെ ശമ്പളം, ആദ്യത്തെ സേവിങ്സ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ബ്ലൂബെറി പിക്കിങ്ങിൽ പോയി കിട്ടിയ $149, ഒരാഴ്ചയിൽ $149. അതാണ് ഞങ്ങളുടെ ആദ്യത്തെ സാലറി. അത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ആ പൈസ കയറിയപ്പോൾ നമുക്കുണ്ടായ സന്തോഷമൊക്കെ. കാരണം നമ്മളുടെ ഫസ്റ്റ് ന്യൂസിലാൻഡിലെ ഏണിങ്സ് ആയിരുന്നു അത്. അവിടെ നിന്ന് ഇപ്പം നമുക്ക് എത്ര രൂപ കിട്ടുന്നുണ്ട്, നമ്മളിപ്പം 2 പേരും ഫുൾ ടൈം വർക്കിംഗ് ആണ്, 2 പേർക്കും നല്ല ബെറ്റർ പെയ്ഡ് ആയിട്ടുള്ള ജോലിയുണ്ട്. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ വന്ന വഴി മറക്കാതെ നമ്മളിപ്പോഴും വന്ന് നമ്മളുടെ മനസ്സിൽ അന്ന് നമ്മളെ സഹായിച്ച ആളുകൾ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പം, ഇപ്പം ഞങ്ങൾ ന്യൂസിലാൻഡിൽ വന്നിട്ട് ഞങ്ങളിപ്പം വീടൊക്കെ വാങ്ങിച്ചു. അപ്പം നമ്മളിപ്പോൾ എത്രയും വർഷങ്ങൾക്ക് ശേഷം 5-6 വർഷമായി ഞങ്ങൾ ന്യൂസിലാൻഡിൽ വന്നിട്ട്. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് നമ്മൾ അങ്ങ് ഭയങ്കര ഡിപ്രഷൻ അടിച്ച് പോകരുത്. നമുക്കൊരു സമയമുണ്ട് എന്തായാലും. ദിസ് ടു ഷാൽ പാസ് എന്ന് പറയുന്നത് പോലെ ഇതും കടന്നു പോകും. ഞങ്ങൾ നഴ്സിംഗ് പഠിപ്പിച്ച സിസിമയുടെ എപ്പോഴും പറയുന്ന ഒരു കോട്ടായിരുന്നു അത്, ഇതും കടന്നു പോകും എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ബുദ്ധിമുട്ടിപ്പം ഇവിടെയൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്തായാലും ഒരു സ്ട്രഗ്ലിംഗ് ആണ്. നമ്മളുടെ നാട്ടിൽ നമ്മളുടെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് നമുക്ക് എന്തായാലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്കൊരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ സെറ്റാകും. അതുകൊണ്ട് എല്ലാവരും ആദ്യത്തെ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. അപ്പം ഞാൻ ഇന്ന് ഈ ഒരു ഞങ്ങളുടെ ഫസ്റ്റ് ന്യൂസിലൻഡിലെ ഏണിങ്ങിനെ പറ്റി ഈ ഒരു ചെറിയ വീഡിയോ ചെയ്തത്. അപ്പം എനിക്കിനി ഫർദർ എൻ്റെ ന്യൂസിലൻഡിലെ ലൈഫ് എങ്ങനെയായിരുന്നു, ഞങ്ങൾ തുടങ്ങിയത്, ഞങ്ങൾ എങ്ങനെ ഇവിടം വരെ എത്തി എന്നുള്ളൊരു വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ഉണ്ട്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഹാൻ എൻ്റർടൈൻമെൻറ്റ്. സീ ഇൻ അനദർ വീഡിയോ. ബൈ.